A warm welcome to all. My topic is wildlife sanctuaries, national parks, and biosphere reserves. So let's move on to the topic. Wildlife sanctuaries, biosphere reserves, and national parks are parts of in situ conservation methods. So, in situ conservation methods are the conservation of ecosystems and natural habitats and the maintenance and the recovery of the viable population of the species in their natural surroundings. നാച്ചുറൽ സറൗണ്ടിങ്സിൽ തന്നെ ഓർഗാനിസത്തിനെയും അവരുടെ ഹാബിറ്റാറ്റിനെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൺസർവേഷൻ പ്രോട്ടോക്കോളാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾസാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ബയോസ്ഫിയർ റിസർവ്സും നാഷണൽ പാർക്സും. സോ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഏരിയ സെറ്റ് അപ്പാർട്ട് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ വൈൽഡ് ലൈഫ് അണ്ടർ നാച്ചുറൽ കണ്ടീഷൻ. നാച്ചുറൽ കണ്ടീഷൻ്റെ ഉള്ളിൽ തന്നെ വൈൽഡ് ലൈഫിനെ പ്രിസർവ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഇനി ഇന്ത്യയിലത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ കുറച്ച് ഗവൺമെൻറ് കീപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാങ്ച്വറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ഓർഡർ ഓർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ട് മാത്രമേ നമുക്കൊരു സാങ്ച്വറീനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. Removal of the exploitation of wildlife and forests produced from a sanctuary only requires the recommendation of the State Board of Wildlife. വൈൽഡ് സ്റ്റേറ്റ് ബോർഡിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ നമുക്ക് സാങ്ച്വറീസിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ റിമൂവലും എക്സ്പ്ലോയിറ്റേഷനും മുതലായ അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായാലും നമുക്ക് എന്ത് വേണം, സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കില്ലിംഗ്, ഹണ്ടിങ് ആൻഡ് ക്യാപ്ചറിങ് ഓഫ് എനി സ്പീഷീസ് ഇസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ഇവിടെയുള്ള ഏതൊരു സ്പീഷീസിനെ കൊല്ലുന്നതായാലും അവരെ പിടിക്കണതായാലും വേട്ടയാടുന്നതായാലും അതെല്ലാം സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ സാങ്ച്വറീസിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഇതാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. So Tattekad Bird Sanctuary, declared on 27th February 1983, is the first bird sanctuary of Kerala. കേരളത്തിലെ തന്നെ ആദ്യത്തെ ബേർഡ് സാങ്ച്വറിയാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫെബ്രുവരി 27 1983. It is located in the Devikulam Taluk in Idukki district, covering an area of about 25.16 km square. ഒരു 25.16 km square ഏരിയയിൽ ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. The world-renowned ornithologist Dr. Salim Ali's strong recommendation prompted the authorities to declare Tattekad as bird sanctuary. തട്ടേക്കാട് എന്ന് പറയുന്നൊരു ആ പ്ലേസിനെ ഒരു ബേർഡ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലി ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓർണിത്തോളജിസ്റ്റാണ്, ഒരു പക്ഷി നിരീക്ഷകനാണ്. It is considered as the richest bird habitat in peninsular India, including forest birds, water birds, visiting birds of more than 200 species being reported. ഒരു 200 സ്പീഷീസോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാട്ടർ ബേർഡ്സ്, വിസിറ്റിംഗ് ബേർഡ്സ്, ഫോറസ്റ്റ് ബേർഡ്സ്, അങ്ങനെ ഒരുപാട് ബേർഡ്സ് ഉള്ള പെനിൻസുലാർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബേർഡ് ഫോണ കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഇവിടെ കണ്ടുവരുന്ന കുറച്ച് ബേർഡ്സിൻ്റെ പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, ഗോൾഡൻ ഓറിയോൾ, ജംഗിൾ ഫോൾ, വൈറ്റ് ബ്രെസ്റ്റഡ് വാട്ടർ ഹെൻ, ഗോൾഡൻ ബാക്ക്ഡ് വുഡ് പെക്കർ, ഗ്രേഹ്യോൺ, ഇന്ത്യൻ ഹിൽ മൈന, ക്രോ പെസൻറ്റ്, സ്മോൾ സൺബേർഡ്. ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ പേരുകളാണ്. കേരളത്തിൻ്റെ തന്നെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പലൊക്കെ നമ്മളുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ ഉണ്ട്. ഇതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, ഗോൾഡൻ ഓറിയോൾ. So next wildlife sanctuary, Parambikulam Wildlife Sanctuary. It was established on 12th February 1973 and is located in the Chittoor Taluk of Palakkad district between Anamalai Hills and Nelliyambati Hills, covering an area of 285 km square. ഒരു 283 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിൽ പാലക്കാടിലെ ചിറ്റൂർ താലൂക്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് പറമ്പിക്കുളം. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആനമലൈ ഹിൽസിൻ്റെയും നെല്ലിയാമ്പതി ഹിൽസിൻ്റെയും നടുക്കായിട്ടാണ്. ഇറ്റ് ഈസ് നൗ അണ്ടർ ദ കൺസിഡറേഷൻ ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കമ്മിറ്റി ഓഫ് യുനെസ്കോ ഫോർ ദ സെലക്ഷൻ ആസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറീനെ യുനെസ്കോൻ്റെ കീഴിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. Lion tail macaque, bonnet macaque, Nilgiri langur, tiger, leopard, Nilgiri martyr, elephant are some of the mammals found. ഇവിടെ കണ്ടുവരുന്ന കുറച്ച് മാമൽസ് എന്ന് പറയുന്നത് സിംഹവാലൻ, കുരങ്ങൻ, പിന്നെ കടുവ, പുലി, കാട്ടാന, അങ്ങനത്തെ കുറച്ച് മാമൽസൊക്കെയാണ്.
പിന്നെ പറയുന്നത് റെപ്റ്റൈൽസിൻ്റെ കേസാണ്. കിങ് കോബ്ര, ക്രേറ്റ്, ഇന്ത്യൻ റോക്ക് പൈത്തൺ, ട്രാവൻകോ ടോട്ടോയ്സ്, ഗ്രൗണ്ട് ഗ്രെക്കോ, ഇവരൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്ന റെപ്റ്റൈൽസ്. ഇതാണ് ട്രാവൻകോ ടോട്ടോയ്സ്. പിന്നെ രാജവെമ്പാല, ഇതുപോലെ വെള്ളിക്കട്ടൻ, പിന്നെ മലമ്പാമ്പ്, അങ്ങനത്തെ വൈഡ് വെറൈറ്റി ഓഫ് റെപ്റ്റൈൽസ് ഇവിടെ തന്നെ ഉണ്ട്. More than 270 species of birds, 50 species of fishes, 25 species of amphibians, 125 species of butterflies are recorded, in which some are endemic to Western Ghats. Western Ghats മാത്രം എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് ജീവികൾ ഇവിടെ പ്രസൻ്റ് ആണ്. അതാണ് ലൈൻ ടെയിൽ മെക്കാക്ക. So we are moving on to the next. National parks. An area set aside for the protection and conservation of outstanding natural flora and fauna and the geological formation and natural sceneries. Comparing with wildlife sanctuaries, national parks കുറച്ചും കൂടി ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നാഷണൽ പാർക്സ് എന്ന് പറയുന്നത്. ഇവിടെ ആ ജീവികളെ മാത്രമല്ല, അവിടെയുള്ള നാച്ചുറൽ സീനറീസിൻ്റെ ആയാലും ജിയോളജിക്കൽ ഫോർമേഷൻസിൻ്റെ ആയാലും ഫ്ലോറ ആയാലും ഫോണ ആയാലും എല്ലാത്തിനെയും അതെങ്ങനെയാണോ ഫോം ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും കൺസേർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നാഷണൽ പാർക്സ് എന്ന് പറയുന്നത്. ഹണ്ടിങ്, കില്ലിംഗ്, ക്യാപ്ചറിങ് ഓഫ് എനിമൽസ്, ഡെപ്രിവേഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ് ഓർ എനി വൈൽഡ് എനിമൽ ആൻഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഫ്ലോറ ആർ ഓൾ പ്രൊഹിബിറ്റഡ്. ഇവിടെയുള്ള എന്ത് ഒരു വസ്തുവിൻ്റെ ആയാലും അതിൻ്റെ കൊല്ലുന്നതോ അതിനെ കില്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എന്ത് കാര്യത്തിനായാലും നമ്മൾ എന്താ പറയുക എക്സ്പ്ലോയിറ്റ് ചെയ്യും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ഇൻസൈഡ് ദ നാഷണൽ പാർക്സ് എക്സെപ്റ്റ് ദോസ് പെർമിറ്റഡ് ബൈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് ദ സ്റ്റേറ്റ് അണ്ടർ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ചാപ്റ്റർ 5. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ചാപ്റ്റർ 5 പ്രകാരം ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റി ഒക്കെ പെർമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ പോലും നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമൊന്നും പറ്റില്ല. The removal or the exploitation of the wildlife or forest produced for a national park requires the recommendation of the National Board for Wildlife. ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ബോർഡിൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് ആവശ്യം. ബട്ട് ഇൻ കേസ് ഓഫ് നാഷണൽ പാർക്സ് നമുക്ക് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ അവിടുത്തെ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റിൻ്റെ എന്തൊരു റിമൂവൽ ആയാലും അവിടുത്തെ എക്സ്പ്ലോയിറ്റേഷൻ ആയാലും അവിടുത്തെ വൈൽഡ് ലൈഫിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യമായാലും നമുക്കത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. The first declared Indian national park is Haley National Park, Jim Corbett National Park, Uttarakhand, 1936. 1936 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഫസ്റ്റത്തെ നാഷണൽ പാർക്ക്. സോ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റത്തെ നാഷണൽ പാർക്കാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇരവിക്കുളം നാഷണൽ പാർക്ക് ഡിക്ലയർഡ് ഓൺ 19th May 1978 is located along the Western Ghats in Devikulam Taluk in Idukki district, covering an area about 97 km square. 97 km square ഏരിയ ഉള്ള ദേവികുളം താലൂക്ക് ഇടുക്കിയിലുള്ള വെസ്റ്റേൺ ഗട്ട്സിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇറ്റ് ഈസ് ദ വേൾഡ് ഫേമസ് ഹോം ഫോർ നിൽഗിരി താർ ഹെമിട്രാഗസ് ഹൈലോക്രിയസ് ഇൻക്ലൂഡിംഗ് 50% ഓഫ് ഇറ്റ്സ് ഗ്ലോബൽ പോപ്പുലേഷൻ. ഈ നിൽഗിരി താർ എന്ന് പറയുന്ന ഈ ജീവിയുടെ വേൾഡ് ഫേമസ് ഹോമാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇതിൻ്റെ 50% ഓഫ് ഈ ലോകത്തിൽ തന്നെയുള്ള 50% പോപ്പുലേഷനും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. അതർ മാമൽസ് are many species of birds and other vertebrates inhabit the national park, including gar, somber, barking deer, leopard, tiger, wild dog, jackal, jungle cat, nilgiri langur, malabar squirrel etc. വേറെ കുറച്ച് മൃഗങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിവിടെയുള്ള ഒരു സാധനമാണ് മലബാർ സ്ക്വിറൽ. പിന്നെ ഇതാണ് നിൽഗിരി താർ. പിന്നെ ഇവിടെ വൈൽഡ് ഡോഗ്, കടുവ, പുലി, നിൽഗിരി ലങ്കൂർ, ജാക്കൽ, അങ്ങനത്തെ കുറേ വൈൽഡ് വെറൈറ്റി ഓഫ് അനിമൽസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. സൈലൻറ്റ് വാലി ഡിക്ലെയർഡ് ഓൺ 15th November 1984 under Wildlife Protection Act 1934, traditionally known as Sairandrivanam, is located on the Manargarh Taluk of Palakkad district, covering an area of about 89.52 km square. പാലക്കാടുള്ള മനാർഗഡ് താലൂക്കിലുള്ള സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഒരു 89.52 കിലോമീറ്റർ ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രഡീഷണലി അറിയപ്പെടുന്ന പേരാണ് സൈരന്ദ്രി വനം.
It is surrounded by Nilgiri forest in the north and Attapadi forest in the south. ഇതിൻ്റെ നോർത്തിൽ നിൽഗിരി ഫോറസ്റ്റും സൗത്ത് പോർഷനിൽ വരുന്നത് അട്ടപ്പാടി ഫോറസ്റ്റുമാണ്. ദിസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ഇസ് in Western Ghats is a precious gene pool and an immensely rich reservoir of the vast biodiversity which has not been fully explored so far. ഇതുവരെയും ഇവിടെയുള്ള ജീവികളെ ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഇനി നെക്സ്റ്റ് ആണ് ബയോസ്ഫിയർ റിസർവ്സ്. The concept of biosphere reserves was launched by UNESCO in 1971 as a part of Man and Biosphere program. Its prime objective are conservation of all forms of life and their support system, the promotion of the sustainable development based on the effort of local community, bringing man and nature together to preserve nature and natural reservoirs. മനുഷ്യനെ വെച്ചിട്ട് തന്നെ നേച്ചറിനെ പ്രിസർവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ്ഫിയർ റിസർവ്സ്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യുനെസ്കോയാണ്. ഇത് എന്താ പറയുക, ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ എഫേർട്ടോട് കൂടി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ് ഈ യുനെസ്കോൻ്റെ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. ലൈഫിൻ്റെ തന്നെ എല്ലാ ഫോംസിനെ അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിനെയൊക്കെ കൺസേർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർവേഷനാണ് ഈ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. ബയോസ്ഫിയർ റിസർവിന് മെയിനായിട്ട് 3 സോണുകളാണുള്ളത്: കോർ സോൺ, ബഫർ സോൺ, മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോൺ. ഈ കോർ സോണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റി നമ്മൾ ഒരു തരത്തിലും പെർമിറ്റ് ചെയ്യില്ല. ബഫർ സോണിൽ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റി പെർമിറ്റ് ചെയ്യും. മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോണിൽ ഫ്രീ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ്. അറ്റ് പ്രസൻറ്റ് 631 ബയോസ്ഫിയർ റിസർവ്സ് ഇസ് അറൗണ്ട് ദ വേൾഡ് ഇൻക്ലൂഡിങ് 80 ഏരിയാസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ ഒരു 18 ഏരിയാസാണ് ഉള്ളത്. ലോകത്തിൽ മൊത്തം 631 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്. നിൽഗിരി ബയോസ്ഫിയർ റിസർവ്സ് ഈസ് ദ ഫസ്റ്റ് ഡിക്ലെയർഡ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് നിൽഗിരി ബയോസ്ഫിയർ റിസർവ്. സോ ദിസ് ഇസ് നിൽഗിരി ബയോസ്ഫിയർ റിസർവ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 23rd September 1987 ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഓഫ് യുനെസ്കോ. യുനെസ്കോൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം സെപ്റ്റംബർ 23, 1987 ഈ നിൽഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥാപിച്ചത്. ഇറ്റ് സ്പ്രെഡ് ഓവർ കേരള, കർണാടക, തമിഴ്നാടു, കവറിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 5670 കിലോമീറ്റർ സ്ക്വയർ. ഒരു 5670 കിലോമീറ്റർ സ്ക്വയറിൽ കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് നിൽഗിരി ബയോസ്ഫിയർ റിസർവ്. ഇറ്റ് കവേഴ്സ് ദ ഫോറസ്റ്റ് ഓഫ് നിൽഗിരി, പെരിയാർ, നിലമ്പൂർ, സൈലന്റ് വാലി, വയനാട്, നാഗർഹോൾ, ബന്ദിപ്പൂർ, മുതുമലൈ, സിരുവാണി, ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ്. ഇൻക്ലൂഡിങ് തോൺ സ്ക്രബ് ഫോറസ്റ്റ്, ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ്, മോയ്സ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ്, വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, മുണ്ടൈൻ ഫോറസ്റ്റ് ആൻഡ് ഗ്രീൻലാൻഡ്. 550 odd species of birds and more than 30 species of each of reptiles and amphibians have been reported from this area. ഇവിടെ നിന്ന് ഒരു 550ഓളം വ്യത്യസ്ത ബേർഡ് സ്പീഷീസുകൾ, പിന്നെ റെപ്റ്റൈൽസ് ആയാലും ആംഫിബിയൻസ് ആയാലും ഒരു 30 സ്പീഷീസോളം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന മെയിൻ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് തോഡ, കോട്ട, ഇരുളർ, കുറുമ്പ, പണിയാസ്, അഡിയൻസ്, അല്ലാർ, മലയൻ, ഇടനാടൻ, ചെട്ടി എക്സെട്ര. ഇതൊക്കെ ഇവിടെ കാണുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. കാരണം ഈ മാനിപ്പുലേഷൻ സോണിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ സോണിലൊക്കെ നമ്മൾ പറഞ്ഞു ഫ്രീ ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ ഇസ് പോസിബിൾ. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ എൻഡ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സദേൺ എൻഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് സ്പ്രെഡ്സ് ഓൺ ത്രൂ ദ ബോർഡർ ഏരിയാസ് ഓഫ് പത്തനംതിട്ട, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള, കവറിങ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 3500.36 കിലോമീറ്റർ സ്ക്വയർ. ഇത് കേരളത്തിൻ്റെ ബോർഡർ ഏരിയാസിലായിട്ടുള്ള തിരുവനന്തപുരം പിന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. കവറിങ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 3500.36 കിലോമീറ്റർ. It includes Neyyar, Peppara and Chindurni wildlife sanctuaries and adjoining areas of the Achankovil, Tenmala, Konni, Punallur and Thiruvananthapuram divisions of Agastyavanam, special divisions of Kerala. It comprises 3 ecoregions, namely tropical wet evergreen forest of the south, the western Ghats and the montane rainforest, and the sholar south of western Ghats. 3 ecoregions ആണുള്ളത്. ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഓഫ് ദ സൗത്തിലുള്ള ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ദ മൊണ്ടൈൻ റെയിൻ ഫോറസ്റ്റ് ആൻഡ് ദ ഷോളാർ ഓഫ് സൗത്ത് വെസ്റ്റേൺ ഗട്ട്സ്. സൗത്ത് വെസ്റ്റേൺ ഗട്ട്സിൽ മൊണ്ടൈൻ റെയിൻ ഫോറസ്റ്റ്,
വെസ്റ്റേൺ ഗട്ട്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിലുള്ള റീജിയൻസ്. സോ താങ്ക് യു ഫോർ ലിസണിങ്.